നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഉയർന്ന വിലയുള്ള വീടുകളെ ലക്ഷ്യം വെച്ചുള്ള UK ധനകാര്യ വകുപ്പിന്റെ ടാക്സ് ബാൻഡ് പരിഷ്കരണം വരാനിരിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. അടുത്ത മാസത്തെ ബജറ്റിൽ റേച്ചൽ റീവ്സ് പ്രോപ്പർട്ടിക്ക് നികുതി വർധനവ് പ്രഖ്യാപിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ UKയിലെ ഭവന വിപണി മന്ദഗതിയിലായി. നിക്കൽ ഫാരേജിന്റെ റീഫോം UKക്ക് ബ്രിട്ടീഷ് ഇന്ത്യക്കാർക്കിടയിലുള്ള പിന്തുണ മൂന്നിരട്ടിയായി വർദ്ധിച്ചു എന്ന് സർവേ കണക്കുകൾ. ലണ്ടൻ നിവാസികൾ മൊബൈൽ ഫോൺ മോഷണം കൊണ്ട് പൊറുതിമുട്ടിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാത്രം ലണ്ടനിൽ മോഷണം പോയത് 80,000-ലധികം ഫോണുകൾ. ഇന്ത്യക്ക് പിന്നെയും തീരുവ ചുമത്താനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും റഷ്യൻ എണ്ണയടക്കം ഇന്ത്യ വാങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി. ഫ്രാൻസിലെ ലൂവ്രയിലെ മ്യൂസിയത്തിൽ പട്ടാപ്പകൽ നടന്നത് ഫ്രാൻസിനെ ഞെട്ടിച്ച ആഭരണക്കൊള്ള. നെപ്പോളിയൻ ഭാര്യയ്ക്ക് നൽകിയ മാല ഉൾപ്പെടെ 8 വിലമതിക്കാനാകാത്ത ചരിത്ര ആഭരണങ്ങളുമായി രക്ഷപ്പെട്ട 4 കള്ളന്മാരെ തിരഞ്ഞ് ഫ്രഞ്ച് പോലീസ്. യുദ്ധം അവസാനിപ്പിക്കാൻ നല്ല മാർഗം ഡോൺബാസ് വിട്ടുകൊടുക്കുന്നതാണെന്ന് സെലൻസ്കിക്ക് ട്രംപിന്റെ ഉപദേശം. ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തു നൽകി വിശ്വ ഹിന്ദു പരിഷത്ത്. ശബരിമല ദർശനം ഉൾപ്പെടെ 4 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ കേരളത്തിലെത്തും. വാർത്തകൾ വിശദമായി. ഉയർന്ന വിലയുള്ള വീടുകളെ ലക്ഷ്യം വെച്ചുള്ള UK ധനകാര്യ വകുപ്പിന്റെ ടാക്സ് ബാൻ പരിഷ്കരണം വരാനിരിക്കുന്ന ബജറ്റിലുണ്ടാകും. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സന്തുലനാവസ്ഥയിലെത്തിക്കാൻ 42 ബില്യൺ പൗണ്ട് സമാഹരിക്കാനുള്ള ചാൻസലറുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു ഉയർന്ന കൗൺസിൽ ടാക്സ് രൂപീകരണം. ലണ്ടനിലെയും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെയും ധനാഢ്യരായ 10,000-കണക്കിന് വീട്ടുടമസ്ഥരെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന് മെയിൽ ഓൺ സൺഡേ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ വീടുകളുടെയും പുനർമൂല്യനിർണയത്തിന് പകരമായി ഉയർന്ന വിലയുള്ള വീടുകളെ മാത്രം ലക്ഷ്യം വെക്കുന്നതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് കൂടുതൽ ധനം സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ പാർലമെന്റിന്റെ കാലാവധി തീരുന്നതുവരെ നികുതി ആവശ്യത്തിനായി വീടുകളുടെ പുനർമൂല്യനിർണയം നടത്തില്ല എന്ന് ഹൗസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ്സ് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. അടുത്ത മാസത്തെ ബജറ്റിൽ റേച്ചൽ റീവ്സ് പ്രോപ്പർട്ടിക്ക് നികുതി വർധനവ് പ്രഖ്യാപിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ UKയിലെ ഭവന വിപണി മന്ദഗതിയിലായി. വിൽപ്പനയ്ക്കുള്ള വീടുകളെ കുറിച്ച് എസ്റ്റേറ്റ് ഏജന്റുമായി ബന്ധപ്പെടുന്നവരുടെ എണ്ണവും വിപണിയിലേക്ക് വരുന്ന പുതിയ വിൽപ്പനക്കാരുടെ എണ്ണവും സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 5% കുറഞ്ഞുവെന്ന് റൈറ്റ്മൂവിന്റെ കണക്കുകൾ കാണിക്കുന്നു. വിപണി പ്രതിരോധ ശേഷിയുള്ളതായി തുടരുന്നുവെന്നും ഉപഭോക്താക്കളുടെ ജാഗ്രത വർദ്ധിച്ചതായും റൈറ്റ്മൂവ് പറഞ്ഞു. നിക്കൽ ഫാരേജിന്റെ റീഫോം UKക്ക് ബ്രിട്ടീഷ് ഇന്ത്യക്കാർക്കിടയിലുള്ള പിന്തുണ മൂന്നിരട്ടിയായി വർദ്ധിച്ചു എന്ന് സർവേ കണക്കുകൾ. ബ്രിട്ടീഷ് ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യുന്ന ഓക്സ്ഫോർഡ് അക്കാദമിക് വിദഗ്ധരുടെ ഒരു കൂട്ടമായ 1928 ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഗവേഷണം കാണിക്കുന്നത് റീഫോമിനുള്ള പിന്തുണ കഴിഞ്ഞ വർഷം 4%-ൽ നിന്ന് 13%-ആയി ഉയർന്നുവെന്നാണ്. ദീപാവലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ കണ്ടെത്തലുകൾ ബ്രിട്ടനിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വംശീയ സമൂഹത്തിൽ ഫാരേജിന്റെ പാർട്ടിക്കുള്ള പിന്തുണ ദേശീയ തലത്തേക്കാൾ വളരെ ഉയരത്തിലാണ് എന്ന് കാണിക്കുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വർധനവ് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ജെഫ്രി എപ്സ്റ്റീൻ ബന്ധത്തിൽ ഉലയുന്ന ആൻഡ്രൂ രാജകുമാരനെയും മുൻ ഭാര്യ സാറ ഫെർഗൂസനെയും ഭാവിയിലെ എല്ലാ രാജകീയ ചടങ്ങുകളിൽ നിന്നും വിലക്കാൻ നീക്കം. തന്റെ സ്ഥാനാരോഹണ ചടങ്ങിലും സാൻഡിഗ്രാമിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലും ഇനി ഇവർക്ക് സ്ഥാനം നൽകേണ്ട എന്നാണ് വില്യം രാജകുമാരന്റെ നിലപാട്. വില്യം രാജകുമാരനോട് കൂടി അഭിപ്രായം തേടിയ ശേഷമാണ് ആൻഡ്രൂവിന്റെ സകല രാജകീയ സമ്മാനങ്ങളും രാജാവ് തിരിച്ചെടുത്തത്. എന്നാൽ ഈ നടപടിയും പോരെന്ന നിലപാടിലാണ് വില്യമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലണ്ടൻ നിവാസികൾ മൊബൈൽ ഫോൺ മോഷണം കൊണ്ട് പൊറുതിമുട്ടിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാത്രം ലണ്ടനിൽ 80,000 ഫോണുകളാണ് മോഷണം പോയത്. നഗരമധ്യത്തിൽ മുഖംമൂടി ധരിച്ചും ഇലക്ട്രിക് ബൈക്കുകളിൽ സഞ്ചരിച്ചും വരുന്ന കള്ളന്മാർ പട്ടാപ്പകൽ വിനോദസഞ്ചാരികളിൽ നിന്ന് ഫോണുകൾ തട്ടിയെടുത്ത് നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടുന്നതാണ് പതിവ്. ഇത്തരം കേസുകൾക്ക് നേരത്തെ പോലീസ് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നത് കുറ്റവാളികൾ മുതലെടുക്കുകയാണ്. മോഷണങ്ങളുടെ വ്യാപകത ലണ്ടനെ യൂറോപ്പിലെ കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമെന്ന കുപ്രസിദ്ധിയിലേക്ക് നയിച്ചു. കഴിഞ്ഞ മാസം സെക്കൻഡ് ഹാൻഡ് ഫോൺ ഷോപ്പുകളിൽ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് നടത്തിയ റെയ്ഡിൽ 2000-ഓളം മോഷ്ടിക്കപ്പെട്ട ഫോണുകളും 2 ലക്ഷത്തോളം പൗണ്ടും പിടിച്ചെടുത്തിരുന്നു. ഫ്രാൻസിലെ ലൂവ്രയിലെ മ്യൂസിയത്തിൽ പട്ടാപ്പകൽ നടന്നത് ഫ്രാൻസിനെ ഞെട്ടിച്ച ആഭരണക്കൊള്ള. നെപ്പോളിയൻ ഭാര്യയ്ക്ക് നൽകിയ മാല ഉൾപ്പെടെ 8 വിലമതിക്കാനാകാത്ത ചരിത്ര ആഭരണങ്ങളുമായി രക്ഷപ്പെട്ട 4 കള്ളന്മാരെ ഫ്രഞ്ച് പോലീസ് തിരയുകയാണ്. മ്യൂസിയത്തിലെ ഏറ്റവും സുരക്ഷയുള്ള അപ്പോളോൺ ഗാലറിയിൽ അതിക്രമിച്ചു കയറിയായിരുന്നു മോഷണം. ഫ്രഞ്ച് കിരീടാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയം ഞായറാഴ്ച അടച്ചു. 19-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയായ യൂജിനി ചക്രവർത്തി ധരിച്ചിരുന്ന ഒരു കിരീടം മ്യൂസിയത്തിന് സമീപം തകർന്ന നിലയിൽ കണ്ടെത്തി. ഇതിൽ സ്വർണ്ണ കഴുകന്മാരുടെ ചിത്രങ്ങളുണ്ട്. 1354 വജ്രങ്ങളും 56 മരതകങ്ങളും കൊണ്ട് മൂടിയിരിക്കുന്നു.
നെപ്പോളിയന്റെ ഭാര്യ മേരി ലൂയിസിന് നൽകിയ ഒരു മരതകവും വജ്രമാലയും ഉൾപ്പെടെ 8 ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിൽ ഫുട്ബോൾ കലാപവും അതിക്രമവും ഉണ്ടായതിനെ തുടർന്ന് ഹപ്പോയലും മക്കാബിയും തമ്മിലുള്ള ടെൽ അവീവ് ഫുട്ബോൾ ഡെർബി റദ്ദാക്കി. ഹപ്പോയലിന്റെ ഹോം മത്സരമായ ബ്ലൂംഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച രാത്രി നടക്കാനിരുന്ന മത്സരമാണ് റദ്ദാക്കിയത്. പോലീസ് പങ്കിട്ട ഫൂട്ടേജുകളിൽ പിച്ചിലേക്ക് പ്രൊജക്ടൈലുകളും ജ്വാലകളും എറിയുന്നതും സ്റ്റേഡിയത്തിന് പുറത്തുള്ള അതിക്രമങ്ങളും ദൃശ്യമാണ്. മത്സരം റദ്ദാക്കിയതിനു ശേഷം 9 പേരെ അറസ്റ്റ് ചെയ്തതായും 16 പേരെ ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുവന്നതായും ഇസ്രായേലി പോലീസ് പറഞ്ഞു. ഗുരുതരമായ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇതൊരു ഫുട്ബോൾ കളിയല്ല, ഇത് ക്രമസമാധാന ലംഘനവും ഗുരുതരമായ അക്രമവുമാണ് എന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ ഇസ്രായേലി പോലീസ് പറഞ്ഞു. ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ഒരു എയർ ACD ബോയിംഗ് കാർഗോ വിമാനം റൺവേയിൽ നിന്ന് കടലിലേക്ക് തെന്നിമാറി 2 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 4 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു. ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് അംഗത്തെയും രക്ഷപ്പെടുത്തി, മറ്റൊരാളെ കാണാതായി. സംഭവത്തിനു ശേഷം വിമാനത്താവളത്തിലെ വടക്കൻ റൺവേ അടച്ചു. തെക്ക് മധ്യ റൺവേകൾ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളം അറിയിച്ചു. തിങ്കളാഴ്ച വിമാനങ്ങളെ ബാധിക്കില്ല എന്ന് വിമാനത്താവള അധികൃതർ കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കാൻ നല്ല മാർഗം ഡോൺബാസ് വിട്ടു നൽകുന്നതാണെന്ന് സെലൻസ്കിക്ക് ട്രംപിന്റെ ഉപദേശം. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം രാജ്യത്തിന്റെ ഡോൺബാസ് മേഖലയുടെ ഭൂരിഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലാക്കുന്ന വിധത്തിൽ മുറിക്കുക എന്നതാണെന്ന് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ ഉക്രൈനിയൻ പ്രസിഡന്റുമായി നടന്ന ഒരു പിരിമുറുക്കമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പരാമർശങ്ങൾ വന്നത്. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിൽ വ്ളാഡിമിർ സെലൻസ്കിയെ പ്രദേശത്തിന്റെ ഒരു ഭാഗം റഷ്യക്ക് വിട്ടുകൊടുക്കാൻ ട്രംപ് പ്രേരിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റഷ്യ പ്രദേശത്തെ ഇപ്പോൾ മുറിച്ചിരിക്കുന്നു, ഉക്രൈനെ ഇപ്പോൾ അത് അതേപടി വിടാമെന്ന് കൂട്ടിച്ചേർത്തു. എന്നാൽ ഇപ്പോൾ സംഘർഷത്തിന്റെ ഇരുവശങ്ങളും യുദ്ധരേഖയിൽ യുദ്ധം നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. സെപ്റ്റംബറിൽ ഉക്രൈനിന് അതിന്റെ എല്ലാ പ്രദേശങ്ങളും തിരിച്ചുപിടിക്കാനും റഷ്യൻ ദേശങ്ങളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാനും കഴിയുമെന്ന നിലപാടിൽ നിന്നുള്ള ട്രംപിന്റെ പെട്ടെന്നുള്ള വഴിത്തിരിവാണിത്. ഇന്ത്യക്ക് പിന്നെയും തീരുവ ചുമത്താനൊരുങ്ങിയ ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും റഷ്യൻ എണ്ണയടക്കം ഇന്ത്യ വാങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി. ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ നൂറുകണക്കിന് നേതാക്കൾ കടന്നുപോയെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ പോലൊരു വിവാദ നേതാവിനെ ലോകം അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അമേരിക്കയുടെ പ്രസിഡന്റായ അധികാരത്തിലേറിയതു മുതൽ ട്രംപ് തന്റെ ബുദ്ധിരഹിതമായ പെരുമാറ്റവും നയപരമായ തെറ്റുകളും കൊണ്ട് ലോകമെമ്പാടും വിമർശനത്തിന് ഇരയായി. എടുത്ത തീരുമാനം പലപ്പോഴും തന്റേതായ വ്യക്തിപരമായ അഭിമാനത്തിനും രാഷ്ട്രീയ നേട്ടത്തിനുമാണ് എന്നതാണ് വാസ്തവം. അല്ലാതെ ഒരിക്കലും അതൊന്നും ലോകത്തിന്റെ സമാധാനത്തിനോ സാമ്പത്തിക തുല്യതയ്ക്കോ വേണ്ടിയായിരുന്നില്ല. ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കൻ നയം ട്രംപ് എന്ന ഒരൊറ്റ വ്യക്തിയുടെ അഹങ്കാരത്തിന്റെയും ആഗ്രഹത്തിന്റെയും കളിപ്പാട്ടമായി മാറിയെന്ന് വേണം പറയാൻ. അന്തർദേശീയ ബന്ധങ്ങൾ പരിപാലിക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര ബുദ്ധിയും മാന്യതയും ട്രംപ് പുലർത്തിയില്ല എന്നതാണ് സത്യം. ട്രംപ് ഭരണകാലത്ത് ഇന്ത്യയെ സംബന്ധിച്ച പല വിഷയങ്ങളിലും അമേരിക്കയുടെ സമീപനം വൈരുദ്ധ്യപരമായിരുന്നു. ഇന്ത്യ അമേരിക്കയെ ചതിക്കുന്നു എന്ന പ്രസ്താവനയിലൂടെ ട്രംപ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ വിവാദത്തിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ പോലും ശ്രമിച്ചു. ഇന്ത്യയെ പോലൊരു രാജ്യത്തോട് ഒരു വലിയ രാഷ്ട്രാധിപൻ നെറുകെട്ട രീതിയിൽ പെരുമാറിയത് അന്തർദേശീയ സമൂഹം പോലും അപലപിച്ചു. താരിഫ് വിഷയത്തിൽ ട്രംപ് എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യക്കെതിരായ തുറന്ന ആക്രമണമായിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയും പരസ്പര വ്യാപാര ബന്ധങ്ങൾക്കുള്ള ഗുണനിലവാരം തകർത്തുമാണ് ട്രംപ് തന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ നീക്കങ്ങൾ അമേരിക്കയ്ക്കു തന്നെ തിരിച്ചടിയായി മാറി. ഇന്ത്യ പല മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്ന രാജ്യമാണ് എന്ന് ട്രംപ് മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുതാൻ. വ്യാപാര സൗഹൃദം വളർത്തേണ്ടിടത്ത് ഭീഷണിയും കഠിന നടപടികളും മുന്നോട്ട് വെച്ചതോടെ ഇന്ത്യ തന്റെ നയതന്ത്രവും സാമ്പത്തിക ശക്തിയും ഉപയോഗിച്ച് അമേരിക്കയുടെ സമ്മർദ്ദത്തെ നേരിട്ടു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ട്രംപിന്റെ എല്ലാ നീക്കങ്ങളെയും നയതന്ത്ര ബുദ്ധിയോടും ആത്മവിശ്വാസത്തോടും കൂടി നേരിട്ട കാഴ്ചയാണ് പിന്നെ ലോകം കണ്ടത്. ഇന്ത്യയുടെ നയതന്ത്ര സംഘം ട്രംപിന്റെ ഭരണകൂടത്തോട് തുറന്ന വാക്കുകളിൽ എതിർപ്പ് അറിയിച്ചില്ല എങ്കിലും പ്രവൃത്തിപരമായി ശക്തമായ പ്രതിരോധം കാട്ടി. ട്രംപിന്റെ അധിക തീരുവ നയത്തിനെതിരെ ഇന്ത്യ തന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ പുതിയ വിപണികൾ കണ്ടെത്തുകയും യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധം ശക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കാനും മോദി ഒരു തരി പോലും തയ്യാറായില്ല. മാത്രമല്ല, ആ ബന്ധം ട്രംപിന്റെ ഭീഷണിക്കനുസരിച്ച് വളരുകയാണ് ചെയ്തത്. ട്രംപിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ മോദി റഷ്യയുമായി വ്യാപാരം അവസാനിപ്പിക്കുന്നു എന്ന് പോലും ട്രംപ് സ്വമേധയാ ഉത്തരവിറക്കി. അതിനെയും ഇന്ത്യ അതിശക്തമായി എതിർത്ത് തരിപ്പണമാക്കി.
എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഉയർന്ന തീരുവ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപും മോദിയും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് ട്രംപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇന്ത്യ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ വൻതോതിലുള്ള തീരുവകൾ നൽകുന്നത് തുടരുമെന്നും അങ്ങനെ ഒരു കാര്യം ഇന്ത്യ ആഗ്രഹിക്കില്ലല്ലോ എന്നുമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വീണ്ടും പഴയ അതേ ഭീഷണിയുടെ സ്വരം. ഇന്ത്യക്ക് റഷ്യയിൽ നിന്നാണ് എണ്ണയുടെ ഏകദേശം 1/3 ലഭിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന് റഷ്യക്ക് ധനസഹായം നൽകുന്ന തരത്തിലാണ് തന്റെ ഭരണകൂടം ഈ കച്ചവടത്തെ കാണുന്നതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നാലെ ഇക്കാര്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. വ്യാഴാഴ്ച നടന്ന പ്രതിവാര പത്രസമ്മേളനത്തിൽ ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും റഷ്യൻ സമ്പദ് വ്യവസ്ഥ തളരാതെ നിൽക്കുന്നതിന് കാരണം ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നതാണ് എന്നാണ് US-ന്റെ ആരോപണം. ഇതിന്റെ പേരിൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുൾപ്പെടെ 50% ഇന്ത്യക്കുള്ള US-ന്റെ ഇറക്കുമതി തീരുവ. 2026 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിലെ ഒരു ചാനലിൽ അഭിമുഖത്തിനിടയിലാണ് നെതന്യാഹു ഭാവി നയം വ്യക്തമാക്കിയത്. അടുത്ത വർഷം ഇസ്രയേലിൽ നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അതിൽ വിജയിക്കുമെന്നും മാധ്യമങ്ങളോട് ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തു. 2022 അവസാന ഇസ്രയേൽ തിരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലതുപക്ഷ ലിക്കുഡ് പാർട്ടി 32 സീറ്റുകൾ നേടിയിരുന്നു. 120 സീറ്റുകളുള്ള ഇസ്രയേലി പാർലമെന്റിലെ 64 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഡിസംബറിലാണ് നെതന്യാഹു സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയത്. അന്ന് മുതൽ തീവ്ര വലതുപക്ഷ സഖ്യ സർക്കാരിനെ അദ്ദേഹം നയിക്കുന്നു. പാകിസ്ഥാനെ മിസൈൽ വ്യൂഹത്തിൽ കുരുക്കി ഇന്ത്യ. ഇനി പാകിസ്ഥാന്റെ കളിയൊന്നും നടക്കില്ല ഇന്ത്യയോട്. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ മാത്രമല്ല, ലോകശക്തികളിൽ ഒന്നായി ഉയർന്നു വരുന്ന രാഷ്ട്രമെന്ന നിലയിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധ നേടുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ സുരക്ഷ, പ്രതിരോധ സംവിധാനങ്ങൾ, അതിർത്തി സംരക്ഷണം എന്നിവയിൽ ഇന്ത്യ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിൽ, അതായത് മോദി അധികാരത്തിൽ വന്നതിനു ശേഷം പ്രത്യേകം നേടിയ മുന്നേറ്റം അതുല്യമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ ഭീഷണികൾക്കും അതിർത്തി കടന്നുള്ള വെല്ലുവിളികൾക്കും മറുപടിയായി ഇന്ത്യ സാങ്കേതികമായും സൈനികപരമായും ശക്തമായ ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ നിരവധി പരിഷ്കരണങ്ങൾക്ക് സാക്ഷിയായി. ദേശീയ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO രാജ്യാന്തര നിലവാരത്തിലുള്ള ആയുധങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ വികസിപ്പിച്ചു. അഗ്നി, പൃഥ്വി, ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഇന്ത്യയെ സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ള ശക്തമായ രാഷ്ട്രമാക്കി മാറ്റി. പ്രത്യേകിച്ച് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ സാങ്കേതിക കഴിവിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ, ആണവ ഭീഷണി പോലും മുഴക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞു. ഇടവും വലവും അനങ്ങാൻ സമ്മതിക്കാതെ ഒരൊറ്റ കാഞ്ചിവലിയിൽ തകർന്നു തരിപ്പണമാകുന്ന വിധം ഇന്ത്യൻ സേന പാകിസ്ഥാനെ ഇന്ത്യയുടെ മിസൈലുകളുടെ പരിധിയിൽ ചക്രവ്യൂഹത്തിൽ പെടുത്തിക്കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് പ്രദേശവും ഇപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളുടെ പരിധിയിലാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലക്നൌവിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് യൂണിറ്റിൽ നിർമ്മിച്ച ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് മിസൈലുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ശത്രുക്കൾക്ക് ഇന്ത്യയുടെ ആധുനിക മിസൈലുകളിൽ നിന്ന് ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ വിജയം ഒരു ശീലമായി മാറിയിരിക്കുന്നെന്നും രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തെ കൂടി പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ബ്രഹ്മോസ് ഒരു മാസത്തിനുള്ളിൽ 2 രാജ്യങ്ങളുമായി 4000 കോടി രൂപയുടെ കരാറുകളിൽ ഒപ്പുവെച്ചതായി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ലക്നൌ യൂണിറ്റിന്റെ വിറ്റുവരവ് ഏകദേശം 3000 കോടി രൂപയായിരിക്കും. വാർഷിക GST പിരിവ് 5000 കോടി രൂപയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വിജ്ഞാന കേന്ദ്രമായി ലക്നൌ മാറുമെന്നും വരും വർഷങ്ങളിൽ മറ്റു രാജ്യങ്ങളിലെ വിദഗ്ധർ ഇവിടെ എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിന്റെ നിർമ്മാതാക്കളായ ബ്രഹ്മോസ് എയ്റോസ്പേസ് ലക്നൌവിലെ സരോജിനി നഗറിലുള്ള പുതിയ ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റിൽ നിന്നുള്ള ആദ്യ ബാച്ചിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്.
2025 മെയ് 11 ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക യൂണിറ്റിൽ മിസൈൽ സംയോജന പരിശോധന, അന്തിമ ഗുണനിലവാര പരിശോധന എന്നിവയ്ക്കെല്ലാം സൗകര്യങ്ങളുണ്ട്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ പ്രതിരോധ ഉൽപാദനത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിയാൽ ഒതുങ്ങുന്നതല്ല. അതിന്റെ ഭാഗമായാണ് തേജസ് യുദ്ധവിമാനം, അർജുൻ ടാങ്ക്, INS വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ തുടങ്ങിയ ആഭ്യന്തരമായി നിർമ്മിച്ച പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സൈന്യത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ വ്യവസായം ഇന്ന് ലോക മേഖലയിലും വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളുമായി സംയുക്ത പദ്ധതികൾ വഴിയും സ്വയം നിർമ്മാണ പദ്ധതികളിലൂടെയും ഇന്ത്യ സൈനിക കയറ്റുമതിയിലും പ്രധാന സ്ഥാനത്തെത്തുകയാണ്. പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ അസ്ഥിരതയും അതിന്റെ പ്രതിരോധ ശേഷിയെ തളർത്തിയിരിക്കുമ്പോൾ ഇന്ത്യ സ്ഥിരതയോടെ മുന്നേറുകയാണെന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ ഭീകര സംഘടനകളെ ആശ്രയിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ നേരിട്ടുള്ള സൈനിക ശക്തിയിലൂടെയാണ് മറുപടി നൽകുന്നത്. സമീക്ഷ UK മൂന്നാമത് നാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന ബെർമിംഗ്ഹാം റീജിയണൽ ടൂർണമെന്റിൽ വാശിയേറിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നിതിൻ ആൻഡ് സുരേഷ് സഖ്യത്തിനുള്ള ട്രോഫി സമീക്ഷ നാഷണൽ കമ്മിറ്റി മെമ്പർ ഗ്ലിറ്റർ കോട്ട്പൂളും ക്യാഷ് പ്രൈസും മെഡലും ബാഡ്മിന്റൺ കോർഡിനേറ്റർ മാർട്ടിൻ ജോസും കൈമാറി. നേരത്തെ നാഷണൽ കമ്മിറ്റി മെമ്പർ ഗ്ലിറ്റർ കോട്ട്പൂൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ റണ്ണേഴ്സായ ബോമൻ ആൻഡ് ഡെന്നീസ് കൂട്ടുകെട്ടിനുള്ള ട്രോഫി, ക്യാഷ് പ്രൈസ് യൂണിറ്റ് സെക്രട്ടറി അലിയാസർ സാദിഖും മെഡലുകൾ ഏരിയ സെക്രട്ടറി മണികണ്ഠൻ തരൂരും കൈമാറി. തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയ പുഷ്പൻ ആൻഡ് പ്രകാശ് ടീമിനുള്ള ട്രോഫി യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ അഫ്താബ് ഹംസ കൈമാറി. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം മിന്നിയും ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യ 2 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾ നവംബർ 9 ഷെഫീൽഡിൽ വെച്ച് നടക്കുന്ന നാഷണൽ ടൂർണമെന്റിൽ പങ്കെടുക്കും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 117.84 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.79 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.39 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 62.59 ഇന്ത്യൻ രൂപ. ഇനി ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി പ്രിയങ്ക് ഖർഗെയുടെ മണ്ഡലമായ കലബുറഗിയിലെ ചിത്താപുരയിൽ നവംബർ 2 റൂട്ട് മാർച്ച് നടത്താൻ പുതിയ അപേക്ഷ നൽകണമെന്ന് RSSനോട് കർണാടക ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ചടങ്ങുകൾ നടത്താൻ 3 ദിവസം മുൻപ് അനുമതി നേടണമെന്ന നിയമം നിർബന്ധമാക്കിയതോടെ ഇന്നലെ നടത്താനിരുന്ന റൂട്ട് മാർച്ചിന് തഹസിൽദാർ അനുമതി നിഷേധിച്ചിരുന്നു. സമാന്തരമായി മാർച്ച് നടത്തുമെന്ന് ഭീം ആർമിയും പ്രഖ്യാപിച്ചിരുന്നു. RSSന്റെ ബാനറുകളും കട്ടൌട്ടുകളും മറ്റും പ്രധാന റോഡിന്റെ വശങ്ങളിൽ നിന്ന് ചിത്നാപുര ടൗൺ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ശനിയാഴ്ച പോലീസ് സംരക്ഷണത്തിൽ നീക്കിയിരുന്നു. റൂട്ട് മാർച്ചിന് അനുമതി തേടുന്നതിന് മുൻപാണ് ഇവ സ്ഥാപിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ RSS ശാഖകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി പ്രിയങ്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയതോടെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ റൂട്ട് മാർച്ച് നടത്താൻ RSS നീക്കം നടത്തിയത്. ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് സർക്കാരിന് കത്തു നൽകി. പുരാതനവും ചരിത്രവും സംസ്കാരവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് ഇന്ദ്രപ്രസ്ഥ എന്ന പേരാണ് ഉചിതമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VHP സംസ്ഥാന ഘടകം സാംസ്കാരിക മന്ത്രി കപിൽ മിശ്രയ്ക്ക് കത്തു നൽകിയത്. ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ രാജ്യാന്തര വിമാനത്താവളം എന്നാക്കണം. ഓൾഡ് ഡൽഹി സ്റ്റേഷന്റെ പേരും ഇന്ദ്രപ്രസ്ഥ എന്നും മാറ്റണം. ഷാജഹാനാബാദ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പേരും ഇന്ദ്രപ്രസ്ഥ ഡെവലപ്മെന്റ് ബോർഡ് എന്നാക്കണമെന്ന് VHP ഡൽഹി സെക്രട്ടറി സുരേന്ദ്രകുമാർ ഗുപ്ത നൽകിയ കത്തിലുണ്ട്. യാത്രികർ ആഹാരം കഴിച്ചുപേക്ഷിച്ച് കണ്ടെയ്നർ കഴുകിയെടുക്കുന്ന കേറ്ററിംഗ് ജീവനക്കാരനെ പുറത്താക്കി. ഈ റോഡ് ജോഗ്ബനി അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ നിന്നുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. കേറ്ററിംഗ് ജീവനക്കാരനെന്ന് തോന്നിക്കുന്ന ഒരാൾ വാഷ് ബേസിനിൽ ഭക്ഷണ കണ്ടെയ്നർ കഴുകുന്നതും അടുക്കി വെക്കുന്നതും കാണാം. യാത്രക്കാരിൽ ഒരാൾ ഇത് മൊബൈലിൽ പകർത്തി. ട്രെയിനുകളിലെ ആഹാര ശുചിത്വത്തെ കുറിച്ച് ഒട്ടേറെ ആളുകളാണ് ഇതോടെ ആശങ്ക പ്രകടിപ്പിച്ചത്. എന്നാൽ കണ്ടെയ്നർ ഒരു തവണ മാത്രമാണ് ഉപയോഗിച്ചതെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും IRCTC വ്യക്തമാക്കി. ഭക്ഷണം തയ്യാറാക്കുന്ന എക്സ്പ്രസ് ഫുഡ് സർവീസസിന്റെ കത്ത് പങ്കുവയ്ക്കുകയും ചെയ്തു. ശബരിമല ദർശനം ഉൾപ്പെടെ 4 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ കേരളത്തിലെത്തും. ചൊവ്വാഴ്ച വൈകിട്ട് 6:20 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി അന്ന് രാജ്ഭവനിൽ തങ്ങും. രാഷ്ട്രപതി ബുധനാഴ്ചയാണ് ശബരിമല ദർശനം നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കൽ ഹെലിപാഡിലെത്തുന്ന രാഷ്ട്രപതി റോഡ് മാർഗം പമ്പയിലും തുടർന്ന് ശബരിമലയിലും എത്തും.
പകൽ 11:55 മുതൽ 12:25 വരെ രാഷ്ട്രപതി ശബരിമലയിൽ ഉണ്ടാകും. വൈകിട്ട് 5:30 ദ്രൗപദി മുർമു രാജ്ഭവനിൽ മടങ്ങിയെത്തും. ശബരിമല സന്ദർശനത്തിന്റെ മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ റിഹേഴ്സൽ നാളെ നടക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലാകും അവസാനഘട്ട ട്രയൽ നടത്തുക. രാഷ്ട്രപതി യാത്ര ചെയ്യുന്ന ഖൂർഗ വാഹനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ആളുകളെ കയറ്റി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിച്ചും ഓടിച്ചും നോക്കും. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ പോലീസ് കഴിഞ്ഞ ദിവസം സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. കൊച്ചിയിൽ നിരീശ്വരവാദി കൂട്ടായ്മയുടെ പരിപാടിക്കിടെ തോക്കുമായി എത്തിയ ആൾ കസ്റ്റഡിയിൽ. ഉദയംപേരൂർ സ്വദേശി അജീഷാണ് തോക്കുമായി വന്നതെന്ന് പോലീസ് പിന്നീട് അറിയിച്ചു. CPM നേതാവ് വിദ്യാധരൻ കൊലക്കേസിലെ മുഖ്യ സാക്ഷിയാണ് ഇയാൾ. പ്രതികളിൽ നിന്ന് തനിക്കും പിതാവിനും ഭീഷണി ഉള്ളതുകൊണ്ടാണ് തോക്കിന് ലൈസൻസ് എടുത്തതെന്ന് മൊഴി. കടവന്ത്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന എസൻസ് ഗ്ലോബൽ വിഷൻ പരിപാടിക്കിടെയാണ് റൈഫിലുമായി ഒരാൾ എത്തിയത്. ബൗൺസർമാർ നടത്തിയ പരിശോധനയിലാണ് തോക്ക് കണ്ടെത്തിയത്. പിന്നാലെ സ്റ്റേഡിയത്തിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തിയവരെ സ്റ്റേഡിയത്തിന് പുറത്തിറക്കിയാണ് പരിശോധന നടത്തിയത്. എന്നാൽ തോക്ക് കൊണ്ടുവന്നയാൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് പിന്നീട് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. സംഭവത്തെ തുടർന്ന് നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയുടെ മാതാവ്, ചെന്നിത്തല തൃപ്പരുന്തുറ കോട്ടൂർ കിഴക്കിയതിൽ പരേതനായ വി രാമകൃഷ്ണൻ നായരുടെ ഭാര്യയും മുൻ ചെന്നിത്തല പഞ്ചായത്ത് അംഗവുമായ N ദേവകിയമ്മ നിര്യാതയായി. 91 വയസ്സായിരുന്നു. രമേശ് ചെന്നിത്തല, KR രാജൻ, KR വിജയലക്ഷ്മി, KR പ്രസാദ് എന്നിവരാണ് മറ്റു മക്കൾ. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ചെന്നിത്തല കുടുംബ വീട്ടിൽ നടക്കും. ഇനി സ്പോർട്സ് ന്യൂസ്. അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയെ തകർത്ത് മൊറോക്കോ ചാമ്പ്യന്മാരായി. ചിലിയിലെ സാന്തിയാഗോയിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയെ എതിരില്ലാതെ 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് മൊറോക്കോ അണ്ടർ-20 ലോകകപ്പ് നേടുന്നത്. 12-ാം മിനിറ്റിൽ നിർണായകമായ പെനാൽറ്റിയിലൂടെ യാസിർ സാബിരിയാണ് മൊറോക്കോയ്ക്ക് ആദ്യം ലീഡ് നൽകിയത്. 29-ാം മിനിറ്റിൽ ഒസ്മാൻ മാമയിൽ നിന്ന് ലഭിച്ച പാസ് ഗോളാക്കി മാറ്റി സബിരി ഫൈനലിലെ ഗോൾ നേട്ടം 2ആക്കി. രണ്ടാം പകുതിയിൽ ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോളൊന്നും പിറന്നില്ല. ഇതോടെ മൊറോക്കോ ചരിത്ര വിജയം നേടുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉയർന്ന വിലയുള്ള വീടുകളെ ലക്ഷ്യം വെച്ചുള്ള UK ധനകാര്യ വകുപ്പിന്റെ ടാക്സ് ബാൻഡ് പരിഷ്കരണം വരാനിരിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. അടുത്ത മാസത്തെ ബജറ്റിൽ റേച്ചൽ റീവ്സ് പ്രോപ്പർട്ടിക്ക് നികുതി വർധനവ് പ്രഖ്യാപിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ UKയിലെ ഭവന വിപണി മന്ദഗതിയിലായി. നിക്കൽ ഭാരേജിന്റെ റീഫോം UKക്ക് ബ്രിട്ടീഷ് ഇന്ത്യക്കാർക്കിടയിലുള്ള പിന്തുണ 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് സർവേ കണക്കുകൾ. ലണ്ടൻ നിവാസികൾ മൊബൈൽ ഫോൺ മോഷണം കൊണ്ട് പൊറുതിമുട്ടിയതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം മാത്രം ലണ്ടനിൽ മോഷണം പോയത് 80,000-ലധികം ഫോണുകൾ. ഇന്ത്യക്ക് പിന്നെയും തീരുവ ചുമത്താനൊരുങ്ങിയ ഡൊണാൾഡ് ട്രംപ്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും റഷ്യൻ എണ്ണയടക്കം ഇന്ത്യ വാങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് നടപടി. ഫ്രാൻസിലെ ലൂവ്രയിലെ മ്യൂസിയത്തിൽ പട്ടാപ്പകൽ നടന്നത് ഫ്രാൻസിനെ ഞെട്ടിച്ച ആഭരണ കൊള്ള. നെപ്പോളിയൻ ഭാര്യയ്ക്ക് നൽകിയ മാല ഉൾപ്പെടെ 8 വിലമതിക്കാനാകാത്ത ചരിത്ര ആഭരണങ്ങളുമായി രക്ഷപ്പെട്ട 4 കള്ളന്മാരെ തിരഞ്ഞ് ഫ്രഞ്ച് പോലീസ്. യുദ്ധം അവസാനിപ്പിക്കാൻ നല്ല മാർഗം ഡോൺബാസ് വിട്ടുകൊടുക്കുന്നതാണെന്ന് സെലൻസ്കിക്ക് ട്രംപിന്റെ ഉപദേശം. ഡൽഹിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തു നൽകി വിശ്വ ഹിന്ദു പരിഷത്ത്. ശബരിമല ദർശനം ഉൾപ്പെടെ 4 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ കേരളത്തിലെത്തും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.